ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ എന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദനയെക്കുറിച്ച് പറയാനാണ്. എൻ്റെ ഈ അവസ്ഥ മറ്റാർക്കും വരരുതെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഈ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും വെച്ച് നോക്കും. ഇനി ഇതാർക്കും വരരുതെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് നടുവേദന ഉണ്ടാകാറുണ്ട്. സഹിക്കാൻ പറ്റാത്ത പോലെ നടുവേദന ഉണ്ടാവും. അപ്പം ഞാനിത് വീട്ടിൽ പറയുമ്പം, വീട്ടിലുള്ള മറ്റുള്ളവരോടൊക്കെ പറയുമ്പോൾ അവർ പറയും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവുന്നതാണ് നടുവേദന എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ ബാം തൂത്തും സ്പ്രേ അടിച്ചും അങ്ങനെ കുറേ കഴിഞ്ഞു പോയി. എന്നിട്ട് ലാസ്റ്റ് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞത് ഇത് തന്നെയാണ്. വയറ് വലുതാകുന്നതനുസരിച്ച് ചിലവർക്ക്, ഞാൻ മെലിഞ്ഞിരുന്ന ഒരാളാണ്, പെട്ടെന്ന് തടി വെച്ചുകൊണ്ട് അതായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനിങ്ങനെ സഹിക്കുന്നു. ഞാൻ എന്നിട്ട് സ്പ്രേ അടിച്ചിട്ട് പുറകിൽ വേദന വരുമ്പോൾ സഹിക്കാൻ വല്ലാത്ത വേദനയായിരിക്കും. വേറെ ഗുളികയൊന്നും കഴിക്കാൻ പറ്റുമല്ലോ ആ സമയത്ത്. ഞാനിങ്ങനെ കൊണ്ട് നടന്ന് വേദന സഹിക്കാൻ പറ്റാതെയായി. 8 മാസമായി. ഛർദിയും ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ. എനിക്ക് ആ മോളുണ്ടാകുന്ന അന്ന് വരെ ഞാൻ ഛർദിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഛർദിച്ചിട്ടായിരുന്നു. അത് സിസേറിയനായിരുന്നു. അപ്പോഴും ഈ സിസേറിയന് ഇഞ്ചക്ഷൻ നൽകുമ്പോഴും എനിക്ക് സഹിക്കാൻ മേലാത്ത വേദനയായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു പ്രസവം കഴിഞ്ഞ് കഴിയുമ്പം അത് പൊയ്ക്കോളും, അത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. മോളുണ്ടായി കഴിഞ്ഞാൽ 3-4 മാസമായപ്പോഴും ഈ വേദന കൂടി വരുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല. നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് പോലും ഒരു കുറവും വരുന്നില്ല. അപ്പോൾ വീട്ടിലെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇനി ഇങ്ങനെ വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നാട്ടിലുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു നോർമലായിട്ടുള്ളതാണ്, പോയിക്കോളെന്ന് പറഞ്ഞ് മരുന്നും തന്ന് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാംഗ്ലൂർക്ക് വന്ന് ഒറ്റയ്ക്ക് നിന്ന് ജോലിയൊക്കെ ചെയ്യണമായിരുന്നല്ലോ. മോൾക്ക് 6 മാസം 7 മാസം മറ്റും ആയപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് ബാംഗ്ലൂർക്ക്. അത് കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് ഈ വേദന കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പോൾ എല്ലാവരും എന്നെയും പറയും ഓരോന്ന് അത് ചെയ്യുക ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഈ സ്പ്രേ അടിച്ചിട്ടും ബാമൊക്കെ തേച്ചിട്ടും പെയിൻ കില്ലറും എടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയിട്ടും വേദനയ്ക്കൊരു കുറവുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു MRI ചെയ്യാമെന്ന്. അങ്ങനെ MRI ചെയ്തപ്പോഴാണ് നട്ടലിനൊരു ബൾജ് ഉണ്ടായിരുന്നു. അതിങ്ങനെ അകന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്പൈനിൽ കൂടി ഒരു വെയിൻ എന്തോ പ്രസ് ചെയ്യുവാണെന്നോ അങ്ങനെ എന്തൊക്കെയോ ഡോക്ടർ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായ ഒരവസ്ഥയിൽ ഞാനിങ്ങനെ വേദന തിന്നുകൊണ്ടിരുന്നത്. വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് കാലെടുത്ത് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ആ വേദന വരുമ്പോൾ സഹിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് ഒരു എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. നട്ടലിൽ കൂടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു, കുറയുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതെടുത്തിട്ടും എനിക്കൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഡോക്ടറിന് പിന്നെയും കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലയെന്ന്. അപ്പം നമുക്ക് ചെറിയ പ്രായമാണ്, 23 കഴിഞ്ഞ് 24-ാമത്തെ വയസ്സിൽ തുടങ്ങിയതല്ലേ. അപ്പം ആയുർവേദത്തിൽ എല്ലാവരും പറഞ്ഞു ആയുർവേദത്തിൽ പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആയുർവേദത്തിൽ 10-30 ദിവസം ആയുർവേദത്തിൽ പോയി കാണിച്ചു. അവിടുത്തെ ഉഴിച്ചിലും തിരുമ്പലും എല്ലാം ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി. എന്നിട്ടും എനിക്ക് ഈ വേദന കൂടുന്നതല്ലാതെ ഒന്നും കുറയുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു സർജറി തന്നെ എന്ന് പറഞ്ഞിട്ട് സർജറി ചെയ്തു. കുഴപ്പമില്ലാതെ സർജറിയൊക്കെ ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു നേഴ്സായിട്ട്. ആ ചേച്ചി എല്ലാം കൂടെ ഹെൽപ്പ് ചെയ്ത് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്, അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് ഞങ്ങൾ സർജറി എല്ലാം കഴിഞ്ഞു. കുഴപ്പമില്ലാതെ തിരിച്ച് വീട്ടിൽ വന്നു. അയ്യോ അന്നൊക്കെ ദുരിതമെന്ന് പറഞ്ഞാൽ ദുരിതമായിരുന്നു. എനിക്ക് വേറെ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ ഇച്ചിങ് വന്നു. ആ സർജറിയുടെ ചെയ്തതിൻ്റെ എന്തോ നൂലിൻ്റെ ഇൻഫെക്ഷൻ അങ്ങനെ എന്തോ ആണെന്നാണ് പറഞ്ഞതെന്നൊക്കെ എനിക്കറിയില്ല. അങ്ങനെ കുറേ ദുരിതം, 30 ദിവസമായി ഇച്ചിങ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ. കുറേ അനുഭവിച്ചു. സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ചൊറിയാനൊന്നും പാടില്ലല്ലോ ശരിക്ക്. അപ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞും കരഞ്ഞും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോയി. ഒരു 6 മാസത്തോളം ഞാനിങ്ങനെ വിഷമിച്ചും വേദനിച്ചൊക്കെ ഇരുന്ന് കുഴപ്പമില്ലാതെയൊക്കെ അങ്ങ് പോയി. 6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും വേദന സ്റ്റാർട്ട് ചെയ്തു. ഇതേ കണ്ടീഷനുള്ള വേദന തന്നെ. അപ്പോൾ പേടിയായി. അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു MRI കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. ആ MRI ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 1000-ൽ ഒരാൾക്ക് വരുന്ന പോലെയുള്ള ഒരു ഇതാണ്, നിനക്ക്
സർജറി കഴിഞ്ഞ് അപ്പം തന്നെ രണ്ടാമത്തെ ബൾജും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതും കൂടെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടം കുറച്ചൊന്നും അല്ലല്ലോ ആ ഒരു വയസ്സിൽ. എന്നിട്ട് പറഞ്ഞു സർജറി മാത്രമേ ഉള്ളെന്ന്. അയ്യോ പിന്നെ ചെയ്തില്ല സർജറി. ആ വേദന ഇങ്ങനെ നീണ്ടുപോയി. 13 വർഷത്തോളമായി ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത്. ഒരു ദിവസം പോലും എന്നെ വിട്ടുപോയിട്ടില്ല കേട്ടോ. എല്ലാ ദിവസവും കണ്ടിന്യൂസ് എന്നെ എത്രയും സ്നേഹിക്കുന്ന ഒരാൾ ഈ ലോകത്ത് വേറെ ഉണ്ടായാൽ എൻ്റെ വേദന ഞാൻ എപ്പോഴും പറയും, ആരും മനസ്സിലാക്കിയില്ലല്ലോ വേദന മാത്രം എന്നെ വിട്ടുപോകാൻ തോന്നില്ല എന്ന്. കാരണം അതുപോലെ ഞാൻ അനുഭവിച്ച ഒരാളാണ്. ആരും ഇല്ല ഒന്നാമതേ സഹായിക്കാനായിട്ട്. മോളെ നോക്കണം, ചേട്ടായി നൈറ്റ് ഡ്യൂട്ടിയാണ്, അപ്പം വീട്ടിലെ കാര്യം നോക്കണം. ചേട്ടായി എല്ലാ ഹെൽപ്പും ചെയ്യും കേട്ടോ, ഇല്ലെന്നൊന്നുമല്ല, എല്ലാ ഹെൽപ്പും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കും പണിയുണ്ടായി അല്ലേ മോളെ നോക്കുക എന്നൊക്കെ പറഞ്ഞാലും ഇതെല്ലാം കഷ്ടപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ 7 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത്തെ ആളുണ്ടായത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു റിസ്ക്കാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു റിസ്ക്കാണ് മോളെ, ഈ വേദന വല്ലാതെ വേദനയൊക്കെ ആവും എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ ഏതായാലും ഇതുകൊണ്ട് മുന്നോട്ട് പോവാന്ന് പറഞ്ഞിട്ട് മോനെ പ്രഗ്നൻ്റായി. ആരുമില്ല എന്നെ സഹായിക്കാൻ. 8 മാസവും ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടായിരുന്നു കേട്ടോ. പക്ഷേ ആരും ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ അഹങ്കാരം പറയുന്നതെന്ന് വിചാരിക്കും കേട്ടോ. എന്നെ സഹായിക്കാൻ ഇവിടെയുള്ള കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. അവരെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ 8ാമത്തെ മാസത്തിൽ അവനെ സർജറി ചെയ്തെടുക്കുകയാണ് ചെയ്തേ. അപ്പോൾ ഒക്കെ വേദന കൊണ്ട് ഒരു സഹിക്കാൻ മേലാത്തൊരവസ്ഥ, രാത്രിയൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞ് ഉറങ്ങാതെയൊക്കെ ഇരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ ആർക്കും ആർക്കും വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം എല്ലാവരും പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ടും മോനുണ്ടായി കഴിഞ്ഞിട്ട് ഒരുപാട് അനുഭവിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കാൻ പറ്റാതെ ആയിപ്പോയി. ഒരു പ്രാവശ്യം മോന് ഒരു 3 വയസ്സൊക്കെ ആയപ്പം എനിക്ക് നടക്കാൻ മേലാതെ ആയിപ്പോയി. ഞാൻ അതിന് മൊത്തം ഇതായി, വേദന കൊണ്ട് കാലനക്കാൻ മേലാത്ത ആയി. പിന്നെ ആയുർവേദത്തിൽ പോയിട്ട് 21 ദിവസം കിടന്നിട്ടൊക്കെയാണ് ഇപ്പം ഞാനിങ്ങനെ നടക്കുന്നത്. ഒത്തിരി വേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലായില്ല, അതുപോലത്തെ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാർക്ക് വേദന വരുമ്പോൾ നിങ്ങൾ നോർമൽ വേദനയാണെന്ന് പേരൻസൊക്കെ പറയും. കാരണം അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അവർ പറയും. കാരണം ആദ്യം മുതലേ ഉള്ള കാരണവന്മാരായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവും, അത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ, പിള്ളേർക്കത് പറ്റുന്നില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ. പക്ഷെ നിങ്ങളത് കാര്യമാക്കരുത്. ഇന്നത്തെ കാലത്ത് എല്ലാ ഫെസിലിറ്റീസും ഉള്ളതാണ്. അതുകൊണ്ട് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അവരോട് പറയുക ഇങ്ങനെയൊക്കെ അവസ്ഥ എന്ന്. അല്ലാതെ വച്ചുകൊണ്ടിരുന്ന് എൻ്റെ അവസ്ഥ ആവരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തിട്ട് പറയുന്നത്. ഞാൻ അനുഭവിച്ച വേദന ഇനി ഒരാൾക്കും അനുഭവിക്കരുത്. കാരണം ഇന്നും ഞാൻ എൻ്റെ കൂടെ ആ വേദന കൊണ്ട് നടക്കുകയാണ്. അന്ന് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോ ഒക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, സർജറി ചെയ്യാതെയൊക്കെ ആവുമായിരുന്നു. പക്ഷെ നമ്മളത് കാര്യമാക്കാതെ ഇങ്ങനെ വേദനയാണെന്ന് പറഞ്ഞപ്പോഴെല്ലാം നോർമലാന്ന് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഈ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ പ്രഗ്നൻ്റ് ആയവരോടും അല്ലാത്തവരോടും വേദന വരുന്ന സ്റ്റാർട്ടിങ് തന്നെ നമുക്കൊരു നോർമൽ നടുവേദന അല്ലാന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ തന്നെ പോയി ഡോക്ടറിന് അപ്പോയിൻമെൻ്റ് എടുത്ത് കാണുക, കറക്റ്റ് കാര്യങ്ങൾ പറയുക. ആർക്കും ഇനി ഇതൊന്നും വരാതിരിക്കട്ടെ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കാൻ നോക്കുക കേട്ടോ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എല്ലാവരും നന്നായി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബായ്.